ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഒരു പൊറാട്ടയും നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ കറിയായിട്ടാണ്. ഇതൊരു റെസിപ്പി അല്ല കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയപ്പം പെട്ടെന്ന് ഞാൻ അപ്രതീക്ഷിതമായി പ്രതീക്ഷിക്കാതെയാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയത് കേട്ടോ. പോയ സമയത്ത് ഇവരവിടെ പൊറാട്ടയും ചിക്കൻ ഫ്രൈ ഒക്കെ വെച്ചിട്ട് അത് ഉണ്ടാക്കുന്ന ആ ടൈമിലാണ് ഞാൻ അവിടെ എത്തിയത്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അത് എനിക്ക് വീഡിയോ പിടിച്ചിടാം എന്നൊക്കെ വിചാരിച്ചപ്പം കുറേ ഭാഗങ്ങളൊന്നും എനിക്ക് വീഡിയോ പിടിക്കാൻ റെസിപ്പി ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്നാലും ഞാൻ കുറച്ചൊക്കെ പിടിച്ചു. തൽക്കാലം ഞാനത് റെസിപ്പി പോലെയല്ല ഇടുന്നത്. ഇനി ആർക്കെങ്കിലും പൊറാട്ട ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ ഞാൻ പൊറാട്ട ഒന്നുകൂടി ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ. അതേപോലെ ഇതിന് നല്ലൊരു അടിപൊളി അടാറ് ചിക്കൻ കറി ചിക്കൻ ഫ്രൈയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അല്ലെങ്കിൽ എനിക്ക് ഉപ്പ ഉണ്ടാക്കുന്ന എല്ലാ ഫുഡും ഭയങ്കര ഇഷ്ടമാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം എനിക്ക് എന്നാലും ഞാൻ കറക്റ്റ് സമയത്താണല്ലോ അവിടെ എത്തിയത്. എന്തെങ്കിലുമൊക്കെ തിന്നാലോ, നമ്മൾ വീട്ടിലേക്ക് പോകുന്നത് തന്നെ എന്തെങ്കിലുമൊക്കെ നമ്മൾ സ്വന്തം വീട്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ തന്നെ വെച്ചുണ്ടാക്കുന്ന സാധനമല്ലേ ഈ കഴിക്കുന്നത്. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന സാധനം എന്താ എനിക്കിഷ്ടമല്ല. വേറെ ആരെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാവരും ഉണ്ടാക്കുന്ന ഇഷ്ടമല്ല. പക്ഷേ എൻ്റെ ഉമ്മയും ഉപ്പയും ഉണ്ടാക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ വീട്ടിലോട്ട് ഞാൻ പോവാറുണ്ട് കേട്ടോ. അപ്പം എനിക്കെന്തോ തോന്നിയിട്ട് ഞാൻ വെറുതെ ഒന്ന് വീട്ടിൽ പോയിട്ട് വരാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയതാണ്. പോയപ്പം ഹൈവ പൊളിച്ചെന്ന് പറഞ്ഞാൽ നല്ലൊരു പൊറാട്ടയും നല്ല സൂപ്പർ ചിക്കൻ കറിയൊക്കെ ആയിട്ട് അവർ സെറ്റപ്പാക്കിയിരുന്നു കേട്ടോ. അപ്പം ഇത് മൈദയിൽ കുറച്ച് ഉപ്പും ഒരു പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് അതെന്താക്കുകയാണ് ബോള് പോലെ ആക്കിയിട്ട് ഉരുട്ടി അവിടെ വെച്ച് കൊടുക്കുകയാണ്. കുറച്ച് നേരം അവിടെ അങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ബോൾ പോലെ ഉരുട്ടി വെച്ച് എന്താക്കണം, ഇതിൻ്റെ മുകളിൽ ഓയിലിട്ടിട്ട് നന്നായിട്ട് തടവി കൊടുക്കണം. അങ്ങനെ തടവി കൊടുത്തിട്ടാണ് കേട്ടോ ഈ പൊറാട്ട ഉണ്ടാക്കുന്നത്. പൊറാട്ട എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമല്ലേ. അപ്പോൾ നമുക്കത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും അല്ലേ. വീട്ടിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഇത് വീശാൻ അറിയണം എന്ന് തോന്നുന്നുണ്ട്. വീശാൻ അറിയുന്നവർക്കായിരിക്കും പൊറാട്ട ഉണ്ടാക്കാൻ പറ്റുക. നമുക്ക് വീശാതെ പരത്തിയിട്ട് ഉണ്ടാക്കിയാലും കുഴപ്പമില്ലാതെ ശരിയാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഉമ്മയൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ, വീശൊന്നും ചെയ്യാതെ പൊറാട്ട ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഉപ്പാൻ്റെ കൂടെയല്ലേ, ഉമ്മച്ചിക്കും ഒരുപാട് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ അറിയാം കേട്ടോ. അതുകൊണ്ട് തന്നെ ഉപ്പ ഒരു ഷെഫാണ്. നല്ല അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് എല്ലാ സാധനവും ഒരു പ്രാവശ്യം കണ്ടാൽ മതി. പിന്നെ കൂടുതൽ ഓരോ ഐഡിയകളൊക്കെ എടുത്തിട്ട് ഉപ്പ പല വെറൈറ്റി ഫുഡുകൾ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പം ഞാനൊക്കെ ചെറുതാവുന്ന സമയത്ത്, നല്ല ചെറുതാകുമ്പോഴല്ല, കല്യാണമൊക്കെ കഴിക്കുന്നതിന് തൊട്ട് മുമ്പൊക്കെ ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കുമായിരുന്നു. ഉപ്പ ഓരോന്ന് കണ്ടിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ വെറൈറ്റി ഫുഡുകളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കും കേട്ടോ. ഉണ്ടാക്കുമ്പം ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി. അതിൽ നമ്മളിടുന്ന സെയിം പൊടികളും കാര്യങ്ങളും ഒക്കെ തന്നെ ആയിരിക്കും ഉപ്പ ഇടുന്നത്. പക്ഷെ എന്താണെന്നറിയില്ല, ഒന്ന് ഇളക്കിയാൽ മതി, അതിൻ്റെ ടേസ്റ്റ് മുഴുവൻ, കംപ്ലീറ്റ് സ്മെല്ലും ടേസ്റ്റും മുഴുവൻ മാറിയിട്ടുണ്ടാവും. എങ്ങനെയാണത്, അതിനായിരിക്കും ഈ കൈപ്പുണ്യം എന്നൊക്കെ പറയുന്നത് അല്ലേ എന്നെനിക്ക് തോന്നുന്നു. ഇനി കൈപ്പുണ്യമാണോ നാവിൻ്റെ പുണ്യമാണോ, ആർക്കെങ്കിലും അതിനെപ്പറ്റി അറിയുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ അതിടണം കേട്ടോ. അങ്ങനെ ഇത് കണ്ടോ, വീശുന്നത് കണ്ടോ, ഇങ്ങനെ വീശാൻ അറിയണം. ഇങ്ങനെ വീശിയിട്ടാണ് വീശി ചുരുട്ടി വട്ടത്തിൽ ഇങ്ങനെ കറക്കി അത് ചെയ്യാം. പിന്നെ അതിൻ്റെ ഇടയിൽ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി വഴറ്റുകയാണ് കേട്ടോ. വലിയ ഉള്ളിയാണ് വഴറ്റുന്നത്. ഉപ്പ ഉണ്ടാക്കുന്ന ചിക്കൻ കറിയിൽ ചിക്കൻ മസാലയോ അല്ലെങ്കിൽ അങ്ങനത്തെ വേണ്ടാത്ത ഒരു പൊടികളും ഇടൂല. വെറും ഉള്ളി മാത്രം, വെളുത്തുള്ളിയില്ല, ഇഞ്ചിയില്ല, അങ്ങനെയൊന്നും ഇടൂല കേട്ടോ. വെറും ഉള്ളിയിൽ മാത്രമാണ് ഉള്ളി, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും
കുരുമുളക് പൊടി മാത്രം ഇട്ടിട്ടാണ് ചിക്കൻ കറി ഉണ്ടാക്കുക. ആ ചിക്കൻ കറി എന്ന് വെച്ചാൽ ഭയങ്കര അടാറ് ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമുക്ക് ഈ പൊറാട്ടേൻ്റെ കൂടെ അത് കഴിക്കുമ്പം നമ്മുടെ മനസ്സും വയറും നിറഞ്ഞു തുളുമ്പും. അത്രയ്ക്കും ടേസ്റ്റാണ് ഉപ്പാൻ്റെ കറി. ചിക്കൻ കറി മാത്രമല്ല, എല്ലാം ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ കല്യാണത്തിനൊക്കെ ബിരിയാണി വെക്കാനൊക്കെ പോകും. അപ്പം ആ ബിരിയാണിക്ക് വേണ്ടി ഞങ്ങൾ ചെറുതാവുമ്പം ആ ബിരിയാണി കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പണി ഉണ്ടാവുമ്പോൾ ഞങ്ങൾ കാത്തിരിക്കും ബിരിയാണി കിട്ടാൻ വേണ്ടിയിട്ട്. ആ സമയത്തൊക്കെ ഫുഡ് നമുക്ക് ഇന്നത്തെ പോലെ അല്ലല്ലോ, അന്നൊന്നും ഫുഡ് നമുക്ക് അങ്ങനെ കിട്ടാത്തൊരു കാലമാണ്. ഒരു പാൽ ചായക്ക് വരെ ഭയങ്കര കൊതിയുള്ളൊരു ടൈമായിരുന്നു അത്. ഇപ്പം ഇൻഷാ അല്ലാഹ് പടച്ചോൻ്റെ കുതിരത്തുകൊണ്ട് നമുക്ക് പാൽ ചായ ആണെങ്കിൽ ഇഷ്ടമാതിരി കുടിക്കാനൊക്കെ ഒരു ഇതില്ല. ഇനി അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്നാണ് എൻ്റെ ദുആ. അപ്പം പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. നമുക്ക് അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ. ഞങ്ങൾ വീടിൻ്റെ മുകളിലൊരു വീടുണ്ടായിരുന്നു. അവരെപ്പോഴും ബിരിയാണി വെക്കുന്ന ആൾക്കാരായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എപ്പോൾ അവിടെ പോകുമ്പോഴും അവർ ബിരിയാണി ഉണ്ടാവും. ബിരിയാണി എന്ന് പറഞ്ഞാൽ ഞാനാണെങ്കിൽ ആ സമയത്ത് നന്നായിട്ട് ബിരിയാണി ഞാൻ കഴിക്കുമായിരുന്നു. അങ്ങനെ ഒരു ബിരിയാണി എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു പ്ലേറ്റിൽ എത്ര ഞാൻ ബിരിയാണി ഇടാം, അത്രയും കൊള്ളുന്നാൽ അത്ര ഇടും. എന്നിട്ട് പിന്നെയും ഞാൻ വാങ്ങി കഴിക്കും. എന്താണ് ഞാൻ കഴിച്ചത് കണ്ടിട്ടാണോ എന്താണെന്നറിയില്ല എനിക്ക്. പക്ഷെ ബിരിയാണി അത്രയൊന്നും എനിക്ക് ഇപ്പോഴൊന്നും കഴിക്കാൻ പറ്റില്ല കേട്ടോ. പക്ഷെ ഇപ്പോഴും എനിക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ എനിക്ക് അങ്ങനെ ഇങ്ങനെയൊന്നുമുള്ള ബിരിയാണി ഇഷ്ടമല്ല. ബിരിയാണി പക്ഷെ ഞാൻ ഉണ്ടാക്കുന്നത് എനിക്കിഷ്ടമാണ്. വേറെ ഒന്നും ഇഷ്ടമല്ലെങ്കിലും ബിരിയാണി ഞാൻ ഉണ്ടാക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഉപ്പ ഉണ്ടാക്കുന്ന ബിരിയാണിയും ഉമ്മച്ചി ഉണ്ടാക്കുന്ന ബിരിയാണിയും ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും ഉണ്ടാക്കുന്ന ബിരിയാണി ഇഷ്ടമല്ല. ചില ബിരിയാണി എനിക്ക് ടേസ്റ്റ് തോന്നാറില്ല. അങ്ങനെ പൊറാട്ടയൊക്കെ റെഡി ആയിട്ടോ. പിന്നെ ചിക്കൻ കറിയിൽ കണ്ടോ, വെറും വെളിച്ചെണ്ണയിൽ ഉള്ളി വഴറ്റിയപ്പോൾ അതിൽ മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും സാധാ ഇച്ചിരി എരിവുള്ള മുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത്. അതിട്ടിട്ട് ഉപ്പും ഇട്ടിട്ട് ഒന്നുകൂടി വേവിച്ചിട്ട് ഇച്ചിരി വെളിച്ചെണ്ണയിൽ ഒന്നും കൂടി വഴറ്റിയിട്ട് അതിലേക്ക് എന്താക്കാണ് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് പിന്നെ ലാസ്റ്റ് കുരുമുളക് പൊടി ഇട്ട്, അത്രേ ഉള്ളൂ. പിന്നെ ചിക്കൻ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ച് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വേറെ ഒരു പരിപാടി അതിൽ ചെയ്യുന്നില്ല. പക്ഷേ അതിന് ഭയങ്കര ടേസ്റ്റാന്ന് വെച്ചാൽ നല്ല ടേസ്റ്റുള്ളൊരു കറിയായിരിക്കും. നമ്മൾ ഈ ചിക്കൻ മസാല ഇടും, മല്ലിപ്പൊടി ഇടും, എന്തൊക്കെയാണ് ഇടുക, പട്ട ഇടും, ഗ്രാമ്പു ഇടൂലേ, എന്തൊക്കെയോ ഇട്ടിട്ടാണ് നമ്മളുണ്ടാക്കുക. പക്ഷെ നമ്മളുണ്ടാക്കുമ്പോൾ ഞാൻ വെക്കുന്ന ചിക്കൻ കറി എനിക്ക് തീരെ ഇഷ്ടമല്ല. സത്യം പറയാലോ. ഇവിടെ ഇക്കയാണ് ചിക്കൻ കറി ഉണ്ടാക്കി തരല് കേട്ടോ. ഞാൻ പറയും ഞാൻ ഉണ്ടാക്കുന്ന ചിക്കൻ കറി രസമല്ല, നിങ്ങളുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇക്കാനെ കൊണ്ട് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കിപ്പിക്കും. ഒരു ദിവസം മീൻ കറി ഉണ്ടാക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു മീൻ കറിയും കൂടി ഒന്ന് വെച്ചോക്ക്, എന്നിട്ട് വേണം നിനക്ക് മീൻ കറിയും കൂടി എന്നെ കൊണ്ട് വെപ്പിക്കാനെന്ന് പറയും കേട്ടോ. മീൻ കറിയും ഞാൻ വെക്കും, ബീഫൊക്കെ ഞാനേ വെക്കാം. പക്ഷെ ഞാൻ വെക്കുന്ന ബീഫ് കറി ഇഷ്ടമല്ല, ചിക്കൻ കറി ഇഷ്ടമല്ല. മീൻ കറി ഞാൻ വെക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്, എന്നാലും വലിയ ഇഷ്ടമൊന്നുമില്ല. പിന്നെ ഉമ്മച്ചി ഉണ്ടാക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ. അപ്പം അത് ഇങ്ങനെ ടേസ്റ്റൊക്കെ നോക്കുമ്പോൾ നമുക്ക് അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, നമുക്കത് ഭയങ്കര കൊതിയാകും. നമ്മളിങ്ങനെ ഭയങ്കര തിന്നാനുള്ള ആ ക്യൂരിയോസിറ്റി ഇല്ലേ, അത് ആ സമയത്ത് നമുക്ക് ഇങ്ങനെ തോന്നും കേട്ടോ. അപ്പം എടുത്ത് തിന്നുന്നതിന് കുഴപ്പമുണ്ടായിട്ടില്ല. പക്ഷെ എല്ലാം ഒരു ഫിനിഷായിട്ട് തിന്നുമ്പോഴല്ലേ അതിൻ്റെ ഒരു ടേസ്റ്റ് കണ്ട. അവസാനം നമുക്ക് ഭയങ്കര ഇതിൽ കാണുന്ന പോലെയല്ല, നേരിട്ട് നല്ല ലുക്കായിരുന്നു കാണാൻ. മാത്രമല്ല അത് തിന്നുമ്പോൾ എൻ്റെ പടച്ചോനെ, പിന്നെ നമുക്ക് ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റില്ല. അത്രയ്ക്കും പൊളി വൈബ് സാധനം. ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ പറയണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒന്നും കൂടി ഉപ്പാനെ കൊണ്ട് ഞാൻ ഉണ്ടാക്കിപ്പിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ.